ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെമ്മറിൽ പോയിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിലാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ കഥ നമ്മുടെ ശ്രുതിൻ്റെയും മീരയുടെയും സംസാരത്തിൽ തന്നെയാണ്. അപ്പോൾ അവനോട് പറയുകയാണ് 2 ദിവസത്തെ സമയം തരണം എന്ന് പറയുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഓക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോകും. അപ്പോൾ ശ്രുതി പറയും ഇവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, ഇവന് കൊട്ടേഷൻ കൊടുത്തിട്ട് ഇവൻ്റെ കയ്യും കാലും തല്ലിയെടുക്കാൻ പറഞ്ഞാലോ എന്ന് പറയുകയാണ്. അപ്പോൾ മീര പറയുന്നുണ്ട് അതിനെന്താ വീട്ടിൽ തന്നെയില്ലേ ഒരു ഗുണ്ട, സച്ചിയോട് പറ, അവൻ ശരിയാക്കിക്കോളും, നിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് അവന് വിട്ട് കൊടുത്തതല്ലേ, ഒന്നുകൂടി ഒന്ന് പെരുമാറാൻ പറ, അപ്പോൾ ശരിയാവെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്തായി പറഞ്ഞ് എന്ത് മണ്ടത്തരായി പറയുന്നതെന്നൊക്കെ പറയണം. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് എന്തായാലും ഇവൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അവിടെ ശ്രുതിയുടെ അധ്യായം അവിടെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് രേവതിയുടെയും സച്ചിയുടെയാണ്. അപ്പോൾ ഇന്ന് രേവതിൻ്റെയും സച്ചിൻ്റെയും ഫാൻസുകാർക്ക് സന്തോഷമായിരിക്കും, കാരണം ഇനി ഫുൾ അങ്ങോട്ട് ഇന്നത്തെ എപ്പിസോഡിൽ രേവതിയും സച്ചിയും തന്നെയാണ്. അപ്പോൾ രേവതിയും സച്ചിയും കൂടെ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു സ്ഥലം വരെ പോകാണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ സച്ചിയോട് രേവതി ഇതുവരെ ഒന്നും തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല, എവിടേക്കാണ് എന്താണ് ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറയും പോകുമ്പോൾ അറിയാലോ, അവിടെ എത്തുമ്പോൾ അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നീട്ടി അവളിങ്ങനെ വഴി പറഞ്ഞു കൊടുക്കും. ഇനി ലെഫ്റ്റിലേക്ക് പോകും, സ്ട്രെയിറ്റ് പോകും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വഴി മാത്രം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സച്ചി പറയും ഇന്ന് പുതിയ സാരിയൊക്കെ എടുത്തിട്ടാണല്ലോ, എന്താ വല്ല വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും ഉണ്ടെന്ന് കൂട്ടിക്കോ, വിശേഷം ഉണ്ടെന്ന് കൂട്ടിക്കോ എന്നിങ്ങനെ പറയും. എന്നിട്ട് ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്ന് പിന്നെയും ചോദിക്കും നമ്മുടെ സച്ചി. നീ എന്താ മാപ്പാണോ കാറിലിരിക്കുന്നത്, ലെഫ്റ്റ് പോ റൈറ്റ് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ, ഫോണിലെ മാപ്പാണോ എന്ന്. അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇനി അവിടെ പോയിക്കഴിഞ്ഞാൽ അറിയാലോ, പിന്നെന്താ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇനി അവിടുന്ന് ലെഫ്റ്റ് പോകുമെന്ന് പറയും. ലെഫ്റ്റ് പോകുമ്പോൾ നമ്മുടെ സച്ചിക്ക് മനസ്സിലാവും ഇത് നിൻ്റെ അമ്മയുടെ പൂക്കടയും ക്ഷേത്രവും ഉള്ള സ്ഥലത്തേക്കല്ലേ, അവിടേക്കല്ലേ പോകുന്ന വഴിയല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ രേവതി പറയും അവിടേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പറയും. എന്നിട്ട് അവിടേക്ക് എന്തിനാണ് പോകുന്നത്, നിൻ്റെ അമ്മയെ കാണാനാണോ അല്ലെങ്കിൽ അമ്പലത്തിൽ തൊഴാനാണോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ എന്നിട്ട് വേഗം ഒന്നും പറയാതെ വണ്ടി വേഗം ക്ഷേത്രത്തിന് മുന്നിൽ നിർത്തിയിട്ടിട്ട് വാ ഇങ്ങനെ പറയും. അങ്ങനെ രണ്ടാളും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് രണ്ടാളും അവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ നമ്മുടെ ദേവ് കാണും. എന്നിട്ട് പറയും അമ്മ ഏതാ സച്ചിയേട്ടനും രേവതി ചേച്ചിയും വന്നു എത്തിയെന്നിങ്ങനെ പറയും. എന്നിട്ട് പിന്നെ വിശേഷം തിരക്കലൊക്കെ ആയി. അപ്പോൾ ദേവ് പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയും. പിന്നെ നമ്മുടെ ശരത്തിൻ്റെ കയ്യിലൊരു കവറൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ മോൻ രേവതിക്കൊരു താലിമാല വാങ്ങിച്ചു എന്ന് അറിഞ്ഞു, ഭയങ്കര സന്തോഷമുണ്ട്, എന്താണ് വളരെയധികം സന്തോഷമുണ്ടെന്ന് ഇങ്ങനെ അമ്മ പറയും. അപ്പോൾ സച്ചി പറയും ഇതൊക്കെ എന്ത്, ഇവളൊരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇനി പോകെ വാങ്ങണത്രേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട് അതൊക്കെ അലങ്കാരത്തിന് വേണ്ടി ഇടുന്നതല്ലേ, ഇതല്ലേ മുഖ്യം, താലിമാല വാങ്ങിച്ചു കൊടുക്കലേ നീ, അതല്ലേ പ്രധാനം, ഇവൾ കഴുത്തിൽ മഞ്ഞച്ചരടിട്ട് നടക്കുന്ന കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നിയിരുന്നു, ഇപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ശരത്ത് അതിലിടക്ക് പറയും അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ താലിമാല കാണിച്ചു കൊടുക്കും കേട്ടോ അമ്മക്ക്. കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ശരത്ത് പറയും ഇത് ഭയങ്കര ചെറുതാണല്ലോ, കുറച്ചുകൂടെ പൈസ കൊടുത്തിരുന്നെങ്കിൽ ഇതിലും നല്ലത് വലുത് കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ശരത്ത് പറയും. അപ്പോൾ നമ്മുടെ ദേവ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടും അവനെ. അപ്പോൾ സച്ചി പറയും ഇതന്നെ വാങ്ങാൻ പെട്ട പാടെ എനിക്കേ അറിയൂ എന്നിങ്ങനെ പറയും. എന്നിട്ട് നമ്മുടെ അമ്മ പറയും, പക്ഷെങ്കിൽ അമ്മ പറയും ഇത് തന്നെ മതി, ഇത് മതി, ഒരു കുഴപ്പമില്ല, ഒരു താലിമാല വേണമെന്നല്ലോ, എത്ര പവനുണ്ട് എന്നല്ല, ഒരു താലിമാല വേണമെന്നല്ലേ ഉള്ളൂ, അത് നീ വാങ്ങിക്കൊടുത്തല്ലോ എന്നിട്ട് സന്തോഷം എന്നിങ്ങനെ പറയും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രേവതിക്ക് നമ്മുടെ ശരത്തിൻ്റെ കയ്യിലൊരു കവറുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ കവർ കൊടുക്കും. ആ കവർ കൊടുത്തിട്ട് നേരെ സച്ചിയുടെ അടുത്തേക്ക് പോവും രേവതി. എന്നിട്ട് ഇത് സച്ചേട്ടനുള്ളതാണെന്ന് പറയും. ഡ്രസ്സ് ആണ് മാറിയിട്ട് വന്നിങ്ങനെ പറയും, പുതിയ ഡ്രസ്സാണ് മാറിയിട്ട് വന്ന് പറയും. അപ്പോൾ സച്ചി പറയും ഡ്രസ്സോ, എനിക്കെന്തിനാണ് ഡ്രസ്സൊക്കെ വാങ്ങിയത്, ഞാനെന്തിനാണ് ഇപ്പം മാറ്റുന്നത്, ചേഞ്ച് ചെയ്യുന്നതൊക്കെ ചോദിക്കുമ്പോൾ രേവതി അങ്ങനെ തുറന്നൊന്നും പറയില്ല, പോയി മാറ്റിയിട്ട് വാ, പോയി ഡ്രസ്സ് ഇട്ടിട്ട് വാ എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും നിനക്ക് ഞാൻ താലിമാല വാങ്ങി തന്നതുകൊണ്ട് എനിക്ക് നീ ഡ്രസ്സ് വാങ്ങി തന്നതാണല്ലേ എന്ന് പറയും. എന്തിനാ രേവതി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ രേവതി പറയും സച്ചിയേട്ടാ വർത്താനം പറയാതെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേഗം വാ എന്നിങ്ങനെ പറയും. എന്നിട്ട് നമ്മുടെ ശരത്ത് പറയും വാ സച്ചിയേട്ടാ ഞാൻ റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി അങ്ങോട്ടേക്ക് പോകും. ആ സമയം നമ്മുടെ രേവതിയുടെ അമ്മ ചോദിക്കും, ദേവ് പറയും സർപ്രൈസ് കൊടുത്തിരിക്കുവാണല്ലേ, ഒന്നും പറഞ്ഞില്ല അല്ലേ സച്ചിയേട്ടനോട്, അതെന്തായാലും നന്നായി, സർപ്രൈസ് ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എന്താ മോളെ ഇത് ഒക്കെ പറഞ്ഞിട്ട് വേണ്ടേ കൂട്ടിക്കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദേവ് പറയും എന്തിന് ചേച്ചി ഒന്നും വേണ്ട, സർപ്രൈസ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അങ്ങനെ തന്നെ മതി എന്നൊക്കെ പറയും. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സച്ചി വരും, നല്ല ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് വരും. ഇതേ ഡ്രസ്സ്
അപ്പോൾ നല്ല രസമുണ്ട്, ഭംഗിയുണ്ട് കാണാൻ. എന്നിട്ട് വരുമ്പം തന്നെ നമ്മുടെ രേവതി ഇങ്ങനെ കൺകുളിർക്കെ നോക്കി നിൽക്കും, അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും നമ്മുടെ പൂജാരി, അവിടുത്തെ പൂജാരി വരും. എന്നിട്ട് ആ രേവതി എങ്ങനെയുണ്ട്, സുഖമാണോ, നിന്നെ ഇപ്പോൾ ഇവിടേക്ക് കാണുന്നേ ഇല്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയും, വീടിനടുത്ത് സച്ചിയേട്ടനൊരു പൂക്കട ഇട്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ തിരക്കാണ്, രാവിലെ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ പൂജാരി പറയും, അത് കുഴപ്പമില്ല, ദേവിയുടെ അനുഗ്രഹം എന്നും നിനക്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പോഴേക്കും സച്ചി അവിടെ എത്തും. സച്ചിയോട് പൂജാരി ചോദിക്കും, രേവതിക്ക് നീ ഒരു പൂക്കട ഇട്ട് കൊടുത്തല്ലേ, നന്നായി എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും, ആ പൂക്കട ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മാളേക്കുള്ള ഓർഡറുകളെല്ലാം എല്ലാം വരുമ്പം രേവതിക്ക് കൊടുക്കണേന്ന് പറയും. അപ്പോൾ ദേവ് പറയും, ഇവരെയും നമുക്കിട്ട് പണി തുടങ്ങി അമ്മയെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ സച്ചി പറയും, അല്ലേ വേണ്ട, അങ്ങനെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല, നമ്മൾ ആർക്കിട്ട് പണിയൊന്നും കൊടുക്കുന്നൊന്നുമില്ല, ഇവർക്ക് തന്നെ ഓർഡർ കൊടുത്തോ പൂജാരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും. എന്നിട്ട് സച്ചി പറയും, ഇപ്പോൾ പൂക്കടയിൽ നല്ല വരുമാനമുണ്ട് രേവതിക്ക്, രേവതി സ്വന്തം കാലിൽ നിൽക്കട്ടെ, പിന്നെ അവളുടെ വരുമാനം കൊണ്ട് എനിക്ക് ഷർട്ടും പിന്നെ ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വന്നു, ദേവുന് രാവിലെ തന്നെ പൈസ അയച്ചു കൊടുത്തിട്ട് എനിക്ക് വാങ്ങി തന്നതാന്നൊക്കെ സന്തോഷത്തോടു കൂടി നമ്മുടെ സച്ചി പറയും. അപ്പോൾ പൂജാരിക്കും ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് പറയും, പിന്നെ ഇങ്ങനൊരു ഭർത്താവിനെ, രേവതിക്ക് ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയാലും അതിൽ ഭയങ്കര സന്തോഷമുണ്ട്, രേവതിനെ കൊണ്ട് നിനക്ക് നല്ലതേ വരുള്ളൂ, അവൾ നല്ല കുട്ടിയാണ്, ദേവിയുടെ അനുഗ്രഹമുള്ള കുട്ടിയാണ്, ഇക്കാലത്ത് ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടാൻ എന്താ പറയുക, രേവതി ഭാഗ്യം ചെയ്യണം. പിന്നെ ചിലവർ പഠിച്ചവരുണ്ടാവും, നല്ലോണം വിദ്യാഭ്യാസം ഉള്ളവരുണ്ടാവും, പക്ഷേ ഭർത്താക്കന്മാർ കാരണം അവർക്ക് ജോലിയൊന്നും എടുക്കാൻ പറ്റില്ല, ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നീ ഇങ്ങനെ ചെയ്തു കൊടുത്തല്ലോ, വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൂജാരി പറയും. എന്നിട്ട് അപ്പോഴേക്കും പൂജിക്കേണ്ട താലിമാല എവിടെയെന്ന് ചോദിക്കും പൂജാരി. എന്നിട്ട് ആ താലിമാല അമ്മ എടുത്തിട്ട് കൊടുക്കും. എല്ലാവരും കൂടെ വാന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ പോകും. പോകുന്ന സമയത്ത് സച്ചി വീണ്ടും ചോദിക്കും, എന്താ എവിടെയൊക്കെ പോകുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ താലിമാല പൂജിക്കാനാണെന്ന് മനസ്സിലായി, പക്ഷേ അതിനെന്തിനാണ് എന്നോട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കും. അപ്പോൾ വീണ്ടും രേവതി പറയില്ല, രേവതി പറയും, വാ അതൊക്കെ മനസ്സിലാവും, വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകും. എന്നിട്ട് പ്രാർത്ഥിക്കും, എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകും, അതായത് മാല താലി കെട്ടേണ്ട വേറൊരു സ്ഥലം ഉണ്ടാവില്ല, അവിടേക്ക് പോകും. അപ്പോൾ സച്ചി ചോദിക്കും, ഇവിടേക്ക് നമ്മളെന്തിനാണ് വന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതൊക്കെ പറയാൻ വാന്ന് പറയും. എന്നിട്ട് പൂജാരി അവിടേക്ക് എത്തും. എന്നിട്ട് നമ്മുടെ രേവതി പറയും, താലിമാല എടുത്ത് കഴുത്ത് കെട്ടുമെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ സച്ചി ചോദിക്കും, താലിമാല കഴുത്ത് കെട്ടാനോ, പെണ്ണുങ്ങളല്ലേ താലി ഇടുള്ളൂ, ആണുങ്ങൾ താലി ഇടല്ലോ, ഞാനെന്തിനാണ് എൻ്റെ കഴുത്ത് താലി കിട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കും. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ്റെ കഴുത്തിലല്ല, എൻ്റെ കഴുത്തിൽ താലി കെട്ടിത്താന്നിങ്ങനെ പറയും. ഞാൻ നിന്നെ ഒരിക്കൽ കെട്ടിയതല്ലേ, ഞാൻ എന്നിട്ട് നിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതെന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടനല്ലേ എൻ്റെ ഭർത്താവ്, അപ്പോൾ കെട്ടണം എന്ന് പറയും. എന്നിട്ട് അപ്പോൾ അമ്മ പറയും, ഞാനും ഇത് ഇവളോട് ചോദിച്ചതാണ് എന്തിനാ ഇതൊക്കെയെന്ന്. പക്ഷേ രേവതി പറഞ്ഞു, ആദ്യത്തെ കല്യാണം എന്ന് പറയുന്നത് മനസ്സ് അറിഞ്ഞുകൊണ്ടുള്ള കല്യാണമായിരുന്നില്ല, സന്തോഷം കൊണ്ടുള്ള കല്യാണമായിരുന്നില്ല, രണ്ടാളും പൂർണ്ണ മനസ്സോടുകൂടി സമ്മതിച്ചൊരു കല്യാണമായിരുന്നില്ല, ഇഷ്ടപ്പെടാതെ കഴിച്ചൊരു കല്യാണമായിരുന്നു, അതുകൊണ്ടാണ് അവളുടെ കഴുത്തിൽ താലി നിൽക്കാതിരുന്നത്. അപ്പോൾ ഇനിയിപ്പം പുതിയൊരു കഴിഞ്ഞ കാലം പോലെ വിഷമപ്പെട്ട കാലമായിരിക്കരുത്, ഒരു പുതിയൊരു ഇപ്പം പൂർണ്ണ സമ്മതത്തോടുകൂടെ തന്നെ ഇഷ്ടത്തോടുകൂടെ തന്നെ കല്യാണം കഴിക്കണം എന്നിങ്ങനൊരു ആഗ്രഹം പറഞ്ഞു എന്ന് പറയും സച്ചി. അപ്പോൾ സച്ചിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു ഫീലിംഗ് എല്ലാം ഉണ്ടായി. എന്നിട്ട് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അവിടെ കൂടി നിൽക്കുന്നവരും ഇത് ആദ്യമായിട്ട് അറിയുന്നതാണ്. അപ്പോൾ പൂജാരി ചോദിക്കും, ഇഷ്ടപ്പെടാതെയാണോ സച്ചി കല്യാണം കഴിച്ചതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറയും, സച്ചിയും പറയും, ഇഷ്ടപ്പെടാതെയാണ് കഴിച്ചത്, അച്ഛൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ് ഞാൻ സമ്മതിച്ചത്, എനിക്ക് ഇവളെ ഇഷ്ടമൊന്നുമല്ലായിരുന്നു, അന്നിനെ ഇവളുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ രേവതിയും പറയും, എനിക്കും ഇഷ്ടമല്ലായിരുന്നു, സമ്മതത്തോടു കൂടി ഒന്നല്ല കല്യാണം കഴിച്ചത്, അങ്ങ് നിന്ന് കൊടുത്തു എന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പൂജാരി പറയും, എന്താ പറയുക, ജാതകത്തിലെ പൊരുത്തമല്ല വേണ്ടത്, മനപ്പൊരുത്താണ് വേണ്ടത്, നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇഷ്ടപ്പെട്ടത്, അതെന്തായാലും നന്നായി, ഇന്ന് നല്ല ദിവസമാണ്, ഇന്ന് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഒരുമിച്ച് ജീവിക്കാൻ കഴിയും നല്ലോണം എന്നൊക്കെ ഇങ്ങനെ പൂജാരിയും പറയും. എന്നിട്ട് വേഗം താലി എടുത്ത് കെട്ടാൻ വേണ്ടിയിട്ട് രേവതി പറയും, വേഗം താലി കെട്ടിയതാന്ന് പറയും സച്ചിയോട്. അപ്പോൾ താലി കെട്ടുന്നതിന് മുന്നേ പരസ്പരം മാലയിടുമെന്ന് പറയുമ്പോൾ അങ്ങനെ മാലയിട്ട് പിന്നെ താലിമാല കെട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അമ്മ എടുത്തതാന്ന് പറയും സച്ചി. അപ്പോൾ അമ്മ ആദ്യം വേണ്ട മോനെന്നൊക്കെ പറയും, പക്ഷേ അമ്മ തന്നെ എടുത്തതാന്ന്, അമ്മേൻ്റെ കൈ കൊണ്ട് തന്നെ എടുത്തതാന്ന് ഇങ്ങനെ സച്ചി പറയും. എന്നിട്ട് ആ താലിമാല അമ്മ എടുത്തു കൊടുക്കും. ആ താലിമാല ഇങ്ങനെ പിടിച്ചിട്ട് സച്ചി ഇങ്ങനെ പറയും, അതായത് മുന്നേ ഞാൻ ഇഷ്ടത്തോടെയല്ല നിന്നെ കല്യാണം കഴിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ പൂർണ്ണ നിന്നെ എൻ്റെ മനസ്സിൽ ഭാര്യയായി പ്രതിഷ്ഠിച്ചുകൊണ്ട് എൻ്റെ പൂർണ്ണ മനസ്സോടുകൂടി ഇഷ്ടത്തോടുകൂടി ഞാൻ താലി കെട്ടുവാണെന്നിങ്ങനെ പറഞ്ഞിട്ട്, നീ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്നിങ്ങനെ പറയും. എന്നിട്ട് താലി കെട്ടും. അങ്ങനെ താലി കെട്ടുകയും പിന്നെ സിന്ദൂർ ഇട്ട് കൊടുക്കും താലിക്കും, പിന്നെ നെറ്റിയിലൊക്കെ സിന്ദൂർ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഭയങ്കര എല്ലാവരും സന്തോഷം. പിന്നെ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കുമെന്ന് പറയും.
പിന്നെ സെൽഫി എടുക്കുമെന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടാളും വിവാഹ ഫോട്ടോ, നമ്മൾ രണ്ടാളും രേവതിൻ്റെ എൻ്റെയും വിവാഹ ഫോട്ടോ വീട്ടിലില്ല. ഒരു ഫോട്ടോ എടുക്കുന്നിട്ട് അവർ രണ്ടാളും കൂടുതൽ ഫോട്ടോ എടുക്കും. നല്ല രസമായിട്ടോ ഫോട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.